2024 സീസണിന് ശേഷം മഹേന്ദ്ര സിംഗ് ധോണി ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുമെന്നാണ് സൂചനകൾ. സീസണ് തൊട്ടു മുൻപായി ക്യാപ്റ്റൻസി ഒഴിഞ്ഞ ധോണി ഇത്തവണ വിക്കറ്റ് കീപ്പർ ബാറ്റർ മാത്രമായാണ് കളിക്കുന്നത്. മികച്ച ഫോമിലുള്ള അദ്ദേഹം ചെറിയ വെടിക്കെട്ട് ഇന്നിംഗ്സുകളുമായി ഇക്കുറി ആരാധകരെ ആവേശം കൊള്ളിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ സന്തോഷങ്ങൾക്കിടയിലും ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ധോണി. പഞ്ചാബ് കിങ്സിനെതിരായ കളിയിൽ റണ്ണിനായി ഓടിയ സഹതാരത്തെ തിരിച്ചയച്ചാണ് ധോണി വാർത്തകളിൽ നിറയുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസാന ഓവറിലായിരുന്നു സംഭവം. ഈ ഓവറിലെ മൂന്നാം പന്ത് ഡീപ് കവറിലേക്ക് അടിച്ച ധോണി റണ്ണെടുക്കാനായി ശ്രമിച്ചില്ല. നോൺ സ്ട്രൈക്കിംഗ് എൻഡിലുണ്ടായിരുന്ന ഡാരിൽ മിച്ചൽ റണ്ണിനായി ഓടി മറുവശത്തെത്തിയെങ്കിലും ധോണി അദ്ദേഹത്തെ മടക്കി അയച്ചു. സ്ട്രൈക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു ധോണി ആ റണ്ണിന് ശ്രമിക്കാതിരുന്നത്. റണ്ണ് ഉയർത്തേണ്ട സമയത്ത് കൂറ്റനടിക്ക് പേരുകേട്ട മിച്ചലിനെ ഇത്തരത്തിൽ റണ്ണെടുക്കാതെ തിരിച്ചയച്ച ധോണിക്കെതിരെ ആരാധകർ രംഗത്തെത്തുകയായിരുന്നു. മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താനും ധോണിയുടെ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ധോണി ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നെന്നും അപ്പുറത്ത് നിന്നിരുന്നയാളും അന്താരാഷ്ട്ര താരമാണെന്നും ചൂണ്ടിക്കാട്ടിയ ഇർഫാൻ, ഒരു ബോളറാണ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ ഉണ്ടായിരുന്നതെങ്കിൽ ധോണി ചെയ്തത് നമുക്ക് മനസ്സിലാക്കാമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പഞ്ചാബ് കിങ്സിനെതിരായ കളിയിൽ 14 റൺസ് നേടിയാണ് ധോണി പുറത്തായത്. 11 പന്തിൽ ഒരു ബൗണ്ടറിയും സിക്സറും അടങ്ങുന്നതായിരുന്നു ധോണിയുടെ ഇന്നിംഗ്സ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ആവട്ടെ 162 എന്ന സ്കോറാണ് നേടിയത്. പഞ്ചാബ് കിങ്സ് വെറും 17.5 ഓവറിൽ 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി വിജയത്തിലെത്തി. IPL അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാജയം നേരിടേണ്ടി വന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത തിരിച്ചടി തന്നെയാണ്. ഈ തോൽവി ചെന്നൈയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ ബാധിക്കുമോ എന്നതും ആരാധകരുടെ ആശങ്കയാണ്. നിലവിൽ IPL പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ്. 10 കളികളിൽ നിന്ന് 10 പോയിന്റാണ് ചെന്നൈയുടെ സമ്പാദ്യം. 5 ജയവും 5 തോൽവികളുമുള്ള CSKയ്ക്ക് ഇനി 4 കളികളാണ് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളത്. പഞ്ചാബ് കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂർ എന്നിവരാണ് 4 കളികളിൽ ഇനി CSKയുടെ എതിരാളികളായി വരാൻ പോകുന്നത്. ഈ 4 മത്സരങ്ങളിലും വിജയിക്കാനായാൽ ചെന്നൈയുടെ പോയിന്റ് നേട്ടം 18-ലെത്തും. ഈ സാഹചര്യത്തിൽ ചെന്നൈക്ക് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാണ്. അവസാന 4 കളികളിൽ 3 എണ്ണത്തിൽ ജയിച്ചാൽ ചെന്നൈയുടെ പോയിന്റ് നേട്ടം 16-ലെത്തും. 2022-ൽ IPL-ൽ 10 ടീമുകളായതിനു ശേഷം 16 പോയിന്റ് നേടുന്ന ടീമുകൾ പ്ലേ ഓഫിൽ എത്തിയെന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവസാന 4 കളികളിൽ 3 വിജയങ്ങൾ നേടി 16 പോയിന്റിലെത്തിയാലും CSKയ്ക്ക് പ്ലേ ഓഫ് യോഗ്യത ഏറെക്കുറെ ഉറപ്പാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീമുകളിലൊന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണ IPL-ൽ കിരീടം ചൂടിയിട്ടുള്ള ചെന്നൈ ഇതുവരെ കളിച്ച സീസണുകളിൽ 2 തവണ മാത്രമാണ് പ്ലേ ഓഫിൽ കയറാതെ പുറത്തായിട്ടുള്ളത്. 2020-ലായിരുന്നു ആദ്യം. പിന്നീട് 2022 സീസണിലും പ്ലേ ഓഫിലെത്താൻ ചെന്നൈക്ക് കഴിഞ്ഞില്ല. 2022-ൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ചെന്നൈ കളി അവസാനിപ്പിച്ചത്.